ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ദൈവനാമം മഹത്വപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച ഈ ദിവസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ തിരുവചന ഭാഗം ശ്രദ്ധിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മനുഷ്യപുത്രനെക്കുറിച്ചുള്ള ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ പ്രവചനമാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോട് കൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവൻ്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജത്വം അനശ്വരമാണ്. കർത്താവ് ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ദാനിയേൽ പ്രവാചകനിലൂടെ ഈശോ ആരായിരിക്കും എന്ന പ്രവചന ഭാഗമാണ് നമ്മൾ ശ്രവിക്കുന്നു. അവൻ രാജാവ് തന്നെയാണ്, രാജാതിരാജനാണ്. ആ രാജ്യത്വം അനശ്വരമാണ്. അവൻ്റെ ആധിപത്യവും ശാശ്വതമാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള ജീവിക്കുന്നവരുടെ ദൈവത്തെയാണ്. ആ ദൈവത്തോടു കൂടിയായിരിക്കുവാൻ, ആ ദൈവത്തിൻ്റെ പീഡാസഹനങ്ങളുടെ ഓർമ്മയായി നമ്മൾ നോമ്പിലും ഉപവാസത്തിലും ആയിരിക്കുന്ന ഈ ദിവസങ്ങൾ, ആ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം പ്രഖ്യാപിക്കുവാനും ആ ദൈവത്തിന് വേണ്ടി നന്മ ചെയ്യുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും സമൃദ്ധമായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.